ആരോഗ്യ മേഖലയിലെ അനാസ്ഥയെ ചൂണ്ടിക്കാട്ടി വർക്കലയിൽ കോൺഗ്രസിന്റെ പ്രതിഷേധ ധർണ. സംസ്ഥാന സർക്കാരിന്റെ ആരോഗ്യ മേഖലയോടുള്ള അവഗണനയ്ക്കും അനാസ്ഥയ്ക്കുമെതിരെയാണ് KPCCയുടെ ആഹ്വാനപ്രകാരം വർക്കല താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിക്ക് മുന്നിൽ കോൺഗ്രസ് പ്രതിഷേധ ധർണ നടത്തിയത്. വർക്കല മൈതാനം ജംഗ്ഷനിൽ നിന്ന് ആരംഭിച്ച പ്രകടനത്തിൽ 100ഓളം പ്രവർത്തകർ വർക്കല താലൂക്ക് ആശുപത്രി മുന്നിലെത്തി. തുടർന്ന് ആശുപത്രി കവാടത്തിൽ പ്രതിഷേധക്കാരെ പോലീസ് തടയുകയായിരുന്നു. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് MN റോയിയുടെ അധ്യക്ഷതയിൽ ധർണ കോവളം MLA M വിൻസെന്റ് ഉദ്ഘാടനം ചെയ്ത് സംസാരിച്ചു. മുഖ്യമന്ത്രി വിദേശത്ത് ചികിത്സയ്ക്ക് പോയി പറ്റില്ല. മന്ത്രി പറഞ്ഞ ഞാൻ അമൃതയിൽ പോയില്ലായിരുന്നെങ്കിൽ എന്റെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടു പോയി, ഞാൻ മരിച്ചു പോകുമായിരുന്നു എന്ന് പറഞ്ഞു. ബഹുമാനപ്പെട്ട മന്ത്രിയോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, സജി ചെറിയാനോട് ഞങ്ങൾക്ക് ചോദിക്കാനുള്ളത്, അമൃതയിൽ പോകാൻ നിവൃത്തിയില്ലാത്ത എത്ര ആയിരങ്ങളാണ് ഇവിടെ പിടഞ്ഞു വീണ് മരിച്ചത് എന്ന് ബഹുമാനപ്പെട്ട മന്ത്രി ചിന്തിക്കേണ്ടതുണ്ട്. നിങ്ങൾ സർക്കാർ ആശുപത്രിയെ ആശ്രയിക്കുന്ന സാധാരണക്കാരായ ആളുകൾക്ക് അമൃതയിൽ പോയി ചികിത്സിക്കാൻ കഴിയില്ല. നിങ്ങൾ അമൃതയിൽ പോയില്ലായിരുന്നെങ്കിൽ നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുമായിരുന്നു. നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടണമെന്നല്ല ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. നല്ല ചികിത്സ നേടി നിങ്ങൾ സജീവമായി പൊതുരംഗത്ത് തന്നെ വരണമെന്ന് തന്നെയാണ് ഞങ്ങൾ എല്ലാവരുടെയും ആഗ്രഹം. പക്ഷേ നിങ്ങൾക്ക് അമൃതയുടെ ചികിത്സ നേടാനുള്ള സൗകര്യമുണ്ട്. അതിനുള്ള സാമ്പത്തിക ശേഷി ഇല്ലാത്ത പാവങ്ങൾ എവിടെ പോകും? BRM ഷഫീർ യോഗത്തിൽ മുഖ്യ പ്രാസംഗികനായി. ഇന്നലെ സജി ചെറിയാൻ പറഞ്ഞതുപോലെ എന്റെ ജീവൻ രക്ഷിച്ചത് സ്വകാര്യ ആശുപത്രിയാണ് എന്ന് കേരളത്തിന്റെ ഒരു മന്ത്രി പറയുകയാണ്. കേരളത്തിലെ ക്യാബിനറ്റ് മന്ത്രിയായ സജി ചെറിയാൻ എന്ന് പറയുമ്പോ ഞാനും നിങ്ങളും പണമില്ലാത്തവരും സാധാരണക്കാരും മരിക്കുകയല്ലാതെ കേരളത്തിൽ നിവൃത്തിയില്ല. PM ബഷീർ, സജി വേളിക്കാട്, അസീം ഹുസൈൻ തുടങ്ങി പ്രാദേശിക കോൺഗ്രസ് നേതാക്കൾ ഉൾപ്പെടെ 100ഓളം പ്രവർത്തകരാണ് ധർണയിൽ പങ്കുചേർന്നത്. വർക്കല, നാവായിക്കുളം ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റികളുടെ സംയുക്ത നേതൃത്വത്തിലാണ് മാർച്ചും ധർണയും സംഘടിപ്പിച്ചത്. വിസ്മയ ന്യൂസ്, വർക്കല.